ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റാഗിപ്പൊടിയും നേന്ത്രപ്പഴമൊക്കെ കൊണ്ട് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാകും. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം സൈസുള്ള നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമുണ്ടെങ്കിൽ അത് വേണം എടുക്കാനായിട്ട്. നമുക്ക് പഴം നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഇതുപോലെ വഴന്ന് വന്നതിന് ശേഷം ഇതൊന്ന് ഉടച്ചും കൂടെ എടുക്കണം. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാകുമ്പോൾ വേഗം തന്നെ അത് ഉടച്ചെടുക്കാൻ പറ്റും. ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. ഞാനിവിടെ 1/3 കപ്പാണ് തേങ്ങ എടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. കൂടുതൽ ചേർക്കും തോറും പലഹാരത്തിന് നല്ല കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. എന്നിട്ട് ആ തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ഇട്ടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ്. ഞാനിവിടെ 1/3 കപ്പാണ് ശർക്കര എടുത്തിട്ടുള്ളത്. പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. കല്ലൊന്നുമില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കല്ലുള്ള ശർക്കരയാണെങ്കിൽ ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ ശർക്കര നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് മെൽറ്റായി വരുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കരയുടെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലുള്ള ശർക്കരയാണെങ്കിൽ ഈ വെള്ളം ചേർത്ത് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കേണ്ടതാണ്. എന്നിട്ട് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഈ വെള്ളം നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വരണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഴത്തിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/4 ടീസ്പൂണും താഴെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് റാഗി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. റോസ്റ്റ് ചെയ്തിട്ടുള്ള റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റ് ചെയ്യാത്തതാണെങ്കിൽ 1-2 മിനിറ്റ് പാനിലിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. കുറച്ച് വീതം ഇതുപോലെ ചേർത്ത് നന്നായിട്ട് ഇനി കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ കുറച്ച് വീതം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് ഇനി കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമാകണം. അതുവരെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ പാനിൽ തന്നെ വെച്ചിരിക്കരുത്, എന്നാൽ അത് കുറച്ചുകൂടെ ഡ്രൈ ആയി പോവും ആ ചൂട് കൊണ്ട്. അതുകൊണ്ട് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കണം. നമ്മൾ കയ്യിലെടുക്കാൻ പാകത്തിനുള്ള ചൂടാകുമ്പോൾ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. കയ്യിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടിയതിന് ശേഷം നമുക്ക് ചെറിയ ബോൾസുകളായിട്ട് ആദ്യം ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഒന്ന് ബോൾസാക്കി എടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. അതിനുശേഷം ഒരു വിരൽ വെച്ച് സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഷേപ്പിൽ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ചെറിയ ബോൾസുകളാക്കി വേണമെങ്കിലും എടുക്കാവുന്നതാണ്.
ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. എല്ലാം ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് ഇതിനെ തിളച്ച് വന്നതിന് ശേഷം കുറച്ച് ഓയിലൊന്ന് അതിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഓരോന്നോരോന്നായി വെച്ച് കൊടുക്കാം. എല്ലാം വെച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനിവിടെ പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല സോഫ്റ്റുമായിട്ടുള്ള പലഹാരമാണ്. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.